+1 മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്ന സെക്ഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഒരു ജനറൽ ഐഡിയ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ കുറച്ച് വാല്യൂസുകൾ, ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്ന് പറഞ്ഞ കാര്യം, ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ വാല്യൂസുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ് എന്നുള്ള കാര്യം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇന്ന് പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ല. നമുക്ക് ലാബ് വർക്ക് വരുന്ന സമയത്ത് ഗ്രാഫിക്കൽ വ്യൂവിലൂടെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ലാബിൻ്റെ കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലും അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ ഒരു ഐഡിയ ഓർമ്മയിലുണ്ടായിരിക്കണം. ചില വർഷങ്ങളിൽ ഗ്രാഫ് തന്നതിന് ശേഷം അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ വാല്യൂ തന്നാൽ ബാക്കി 5 ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ഐഡൻറ്റിറ്റി പറഞ്ഞിരുന്നു. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് ആണ്. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് കൊസീക്ക് സ്ക്വയർ എക്സ് ആണ് എന്നൊക്കെ ഡിഫൈൻ ചെയ്തിരുന്നു. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരം ചോദ്യങ്ങൾ സോൾവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എളുപ്പത്തിലുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ കൂടാതെ സൈൻ എക്സിൻ്റെ ആണെങ്കിലും കോസ് എക്സിൻ്റെ ആണെങ്കിലും വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്ന ഇൻ്റർവെല്ല് 2π ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 2π അല്ലെങ്കിൽ 2πൻ്റെ മൾട്ടിപ്പിൾസ്. ടാൻ എക്സിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഏതാണ്? പൈ ആണ് വരുന്നത്. പൈയോ അല്ലെങ്കിൽ പൈൻ്റെ മൾട്ടിപ്പിളോ ആണ് വരുന്നത്. സൈൻ എക്സിനും കോസ് എക്സിനും എങ്ങനെയാണോ റിപ്പീറ്റ് ചെയ്യുന്ന ഇൻ്റർവെൽ വരുന്നത്, അതുപോലെ തന്നെയാണ് കൊസീക്കിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴും സീക്കിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴും ടാനിൻ്റെ റിപ്പീറ്റ് ചെയ്യുന്ന ഇൻ്റർവെൽ ഏതാണോ അത് തന്നെയാണ് എന്ത് വരിക, കോട്ടിൻ്റെ റിപ്പീറ്റ് ചെയ്യുന്ന ഇൻ്റർവെല്ലും വരിക. ഈ കാര്യങ്ങളൊക്കെ നോർമൽ വെക്കുക. ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിൽ ആദ്യത്തെ സെക്ഷനിലേക്ക് പോകുമ്പോൾ ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ വാല്യൂ തന്ന് മറ്റ് 5 ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ വാല്യൂസ് കാണുന്ന കാര്യമാണ് പറയുന്നത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ബോർഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇഫ് കോസ് എക്സ് ഈക്വൽ ടു -3/5, എക്സ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. ഇത്തരം ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ വാല്യൂയും തരും, കൂടാതെ ഒരു ക്വാഡ്രന്റിന്റെ കാര്യം പ്രത്യേകം സ്പെസിഫൈ ചെയ്യും. കോസ് എക്സ് -3/5 ആണെങ്കിൽ ബാക്കി 5 ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെയും വാല്യൂസുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്ന കാര്യം ഒന്ന് ജസ്റ്റ് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അതിനെ ഒന്ന് നെയിം ചെയ്യുക. ABC. ഈ ഒരു ആംഗിൾ എക്സ് ആയിട്ട് എടുക്കുക. കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡുകളുടെ റേഷ്യോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് നമുക്കറിയാം. അഡ്ജസൻറ്റ് സൈഡ് BC എന്ന് പറയുന്നത് 3 വരും, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5 വരും. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം പ്രകാരം AB² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5² - 3² which is equal to 25 - 9 which is equal to 16. അതായത് AB equal to √16 equal to 4. ഇപ്പോൾ AB എന്ന് പറഞ്ഞ വശം എത്രയാണ് വരിക? 4 ആണ് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളും കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ വേണമെങ്കിലും പറയാം. ഇനി അങ്ങോട്ട് നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ കാര്യങ്ങൾ എഴുതുമ്പോഴാണ് എന്ത് ശ്രദ്ധിക്കേണ്ടത്? എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്. കോസ് എക്സ് -3/5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സീക്ക് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -5/3 ആയിരിക്കും. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് നിങ്ങൾ സൈൻ എക്സ് കണ്ടുപിടിക്കുക. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4/5. പക്ഷേ സൈൻ എക്സ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കുക? നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ തന്നെ അതിന്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കുക. കൊസീക്ക് എക്സ് ഇസ് ഈക്വൽ ടു -5/4. ടാൻ എക്സ് എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിക്കുക. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഏതാ വരിക? 4/3. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 4 വരും, അഡ്ജസന്റ് സൈഡ് 3 വരും. ടാൻ എക്സ് 4/3 ആണ്. തേർഡ് ക്വാഡ്രന്റിൽ ASTC എവിടെ വരുന്നത്? തേർഡ് പൊസിഷനിലാണ് എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ടാൻ എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് 4/3 തന്നെയാണ്. അതിന്റെ വിപരീതമായ കോട്ടക്സും അപ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. അതായത് കോട്ടക്സ് എന്ന് പറയുന്നത് 3/4. ഇപ്പോൾ നമ്മൾ 5 ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ വാല്യൂ കണ്ടു കഴിഞ്ഞു. ഇത് കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾ
ഈ ഒരു കാര്യം കൂടി ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം ഫൈനലായിട്ട് എഴുതി അവസാനിപ്പിച്ചു പോരാൻ. തേർഡ് ക്വാഡ്രന്റിലേക്ക് പോകുമ്പോൾ ടാനും അതിന്റെ വിപരീതവും മാത്രമേ പോസിറ്റീവ് ഉണ്ടാവാൻ പാടുകയുള്ളൂ. ടാനും കോട്ടും പോസിറ്റീവാണ്. ബാക്കി എല്ലാ കേസുകളും എന്താണ്? നെഗറ്റീവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. cot x equal to -5/12. x lies in second quadrant. Find the values of other 5 trigonometric functions. തൊട്ട് മുമ്പേ ചെയ്ത അതേ രീതിയിലുള്ള ചോദ്യമാണ്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുന്ന ഒരു ആശയം ചിന്തിക്കുക. അതിനെ ABC എന്ന് പറഞ്ഞ് നെയിം ചെയ്യുക. ഇവിടെയുള്ള ആംഗിൾ എക്സ് എന്ന് പറഞ്ഞ ആരെയായിട്ട് എടുക്കുക. ഇനി നമുക്ക് തന്നിരിക്കുന്നത് കോട്ടക്സ് ആണ്. കോട്ടക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. എക്സിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 വരും. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 12 വരും. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഉപയോഗിക്കാം. പൈതഗോറസ് തിയറം ഉപയോഗിക്കുമ്പോൾ AC² ഈക്വൽ ടു 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ 144 plus 25 which is equal to 169. Therefore AC equal to root 169 which is equal to 13. അപ്പോൾ AC എന്ന് പറയുന്ന വശം എന്തായിരിക്കും? 13 ആയിരിക്കും. ഇനി കോട്ടക്സ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റെസിപ്രോക്കലായ ടാൻ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -12/5 ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് സൈൻ എക്സ് എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുക. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 12 ആണ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 13 ആണ്. തന്നിരിക്കുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ തന്നെ അതിന്റെ വിപരീതമായ കൊസീക് എക്സ് എന്ന് പറഞ്ഞ കാര്യം 13/12 എന്ന് പറഞ്ഞ് എഴുതുക. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് കോസ് എക്സ് എഴുതിയാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5/13. പക്ഷേ സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആയതുകൊണ്ട് -5/13. അപ്പോൾ സീക്ക് എക്സ് എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കും? -13/5. ഇപ്പം നമ്മൾ 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസുകളും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ക്വാഡ്രന്റ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. അതായത് സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിൻ്റെ വിപരീതം മാത്രമേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും പോസിറ്റീവ് ആണ്. ബാക്കി എല്ലാ വാല്യൂസും എന്താണ്? അവിടെ നെഗറ്റീവ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അതർ 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. സൈൻ എക്സ് ഈക്വൽ ടു 3/5, എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇവിടെ നമുക്ക് സൈൻ എക്സ് 3/5 ആണെന്ന് തന്നിട്ടുണ്ട്. ബാക്കി ഉള്ള 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂ കാണണം. എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കൊസീക് എക്സ് എന്ന് പറയുന്ന കാര്യം സൈൻ എക്സിന്റെ നേരെ റെസിപ്രോക്കലാണ് വരിക. എന്തെഴുതി വെക്കാം? 5/3 എന്ന് പറഞ്ഞ കാര്യം എഴുതി വെക്കാം. മറ്റു കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞ ആശയം ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അതിനെ ABC എന്ന് പറഞ്ഞ് നെയിം ചെയ്യുക. ഒരു ആംഗിൾ എക്സ് എന്ന് പറഞ്ഞ ആശയമായിട്ട് എടുക്കുക. ഇവിടെ സൈൻ എക്സ് ആണ് 3/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 3 വരും. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5 വരും. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം പ്രകാരം എന്ത് വരും? BC² ഈക്വൽ ടു 5² - 3². 25 - 9 വരും. 16 വരും. BC എന്ന് പറയുന്നത് 4 വരും. അപ്പോൾ BCന്റെ പൊസിഷനിൽ നമുക്ക് എന്താ എഴുതാം? 4 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇപ്പൊ നമ്മൾ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര കാണാണ്ട്? 4 കൂടി കാണാണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്നും കോസ് എക്സ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4/5. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് -4/5 വരുന്നു. സീക്ക് എക്സ് എന്ന് പറഞ്ഞ കാര്യം അപ്പോൾ -5/4 ആയിരിക്കും. ടാൻ എക്സ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് കണ്ടുപിടിക്കുക. ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് 3/4. സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാനിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് -3/4 വരുന്നു. അപ്പോൾ അതിന്റെ റെസിപ്രോക്കലായ കോട്ടക്സ് എന്ന് പറയുന്നത് -4/3 ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ ഇപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻ വർക്ക് ചെയ്ത് കഴിഞ്ഞു. 3 ചോദ്യവും ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂ നിങ്ങൾക്ക് തരും. ബാക്കി 5 എണ്ണം കണ്ടെത്തുക എന്ന് പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂ തന്നിട്ട് സൈൻ എക്സ്, കോസ് എക്സോ, ടാൻ എക്സോ അല്ലെങ്കിൽ സന്ദർഭത്തിനനുസരിച്ച് ഏതെങ്കിലും 3 എണ്ണത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതോ ആയ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂ തന്നാലും ബാക്കിയെല്ലാം കണ്ടുപിടിക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആശയത്തിലൂടെ തന്നെ മുൻപിലേക്ക് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഇനി നമ്മൾ സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും അതുപോലെ തന്നെ ടാൻ എക്സിന്റെയും ഒക്കെ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്ന ഇന്റർവെല്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 4ാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 31π/3. സൈൻ 31π/3ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 31π/3 എന്ന് പറഞ്ഞ മെഷർമെന്റ് നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ കുറച്ച് വാല്യൂസുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആംഗിൾസുകളൊക്കെ നമ്മൾ
ഒരു ടേബിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു കഴിഞ്ഞതാണ്. ആ ടേബിളിൽ പറയുന്ന ആംഗിൾസുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂസുകളുമാണ് നമ്മുടെ മുൻപിൽ ആകെയുള്ളൂ. എന്നാൽ 31π/3 എന്ന് പറയുന്ന ഒന്നും അതിൽ വരുന്നതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ സൈനിന്റെ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്ന ഇന്റർവെൽ 2π ആണെന്ന് നമുക്കറിയാം. അതുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് അറിയാവുന്നതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അറിയാവുന്നത് എന്ന് പറഞ്ഞാൽ ആ ടേബിളിലുള്ള വാല്യൂസുകളിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുക. എന്തായാലും ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആംഗിൾ പൊസിഷനിൽ കിടക്കുന്ന 31π/3 എന്ന് പറഞ്ഞ കാര്യം ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ടേബിളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെഷർമെന്റുമായി അതിന് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് π/3 എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ കാണാം. അങ്ങനെയാണെങ്കിൽ സൈൻ 31π/3 എന്ന് പറയുന്ന കാര്യത്തിനെ സൈൻ പ്ലസ് π/3 എന്ന് പറഞ്ഞ കാര്യം ഞാൻ മാറ്റി എഴുതുകയാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ കിട്ടുമ്പോൾ ഒബ്സർവേഷനിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ആംഗിൾ അതിലുണ്ടാവും. ആ ആംഗിൾ നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ഇടുക, മാറ്റി എഴുതി വെക്കുക. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ സൈൻ ആണ് വരുന്നതെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ 2π എഴുതാം, അല്ലെങ്കിൽ 2π മൾട്ടിപ്പിൾ എഴുതാം. ഏത് എഴുതുകയാണെങ്കിലും മൊത്തം നമ്മളത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് 31π/3ക്ക് ഈക്വൽ ആവുകയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ കൊടുക്കേണ്ടത് നിർബന്ധമായും 10π കൊടുക്കുമ്പോൾ മാത്രമേ ഈക്വലൈസ് ചെയ്യുള്ളൂ. കാരണം എന്താ, ഇത് 30π വരും, പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 31π വരും, ഓൾ ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞ ആശയം വരികയും ചെയ്യും. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, സൈൻ 10π പ്ലസ് π/3 എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. ഇതില് 2π റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, 2πന്റെ ഏത് മൾട്ടിപ്പിൾ റിപ്പീറ്റേഷൻ വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൊത്തത്തിലുള്ള സൈനിന്റെ വാല്യൂ കാണുന്നതിന് പകരം ഈ അഡീഷണൽ എമൗണ്ട് ആയിട്ട് എഴുതിയ കാര്യം ഉണ്ടല്ലോ π/3യിലുള്ള സൈനിന്റെ വാല്യൂ മാത്രം കണ്ടെത്തിയാൽ മതി. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ എന്ത് പറയാം, സൈൻ π/3 എന്ന് പറയാം. സൈൻ π/3യുടെ വാല്യൂ √3/2. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻ ദ ഫോളോയിങ്. തൊട്ട് താഴെ നമ്മൾ 4-5 സബ് ക്വസ്റ്റ്യൻസുകൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ സൈൻ 765 എന്ന് പറയുന്ന കാര്യമാണ്. ഈ സൈൻ 765 എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സൈൻ 765 എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സൈൻ റിപ്പീറ്റ് ചെയ്യുന്ന ഇന്റർവൽ ഏതാണ്, 2π അല്ലെങ്കിൽ 360 ഡിഗ്രിയിലാണ് റിപ്പീറ്റേഷൻ വരുന്നത്. 360യിൽ വരാം, അല്ലെങ്കിൽ എന്തിൽ വരാം, 720യിൽ വരാം. അപ്പൊ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കിടക്കുന്ന ഈ ഒരു ആംഗിൾ എമൗണ്ട് 360 അല്ലെങ്കിൽ 360യുടെ മൾട്ടിപ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുമ്പോൾ സൈൻ 765 എന്ന് പറയുന്നതിനെ 720 പ്ലസ് 45 ഡിഗ്രി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. 765 ആയി കഴിഞ്ഞു. ഇവിടെ 720 എന്ന് പറഞ്ഞാൽ 360യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് മൊത്തം ആശയത്തിൽ സൈനിന്റെ വാല്യൂ കാണുന്നതിന് പകരം 45ൽ സൈനിന്റെ വാല്യൂ കണ്ടെത്തിയാൽ മതി. സൈൻ 45 ടേബിൾ മെഷർമെന്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിന്റെ ആൻസർ എന്താ വരിക, 1/√2 ആണ് കിട്ടുക. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ കോസ് 405 ഡിഗ്രി. കോസിന്റെ ആണെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്ന ഇന്റർവെൽ എന്താണ്, 2π ആണ്, അല്ലെങ്കിൽ 360 എന്ന് പറയുന്ന ആശയമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, കോസ് 360 പ്ലസ് 45 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതാം. കാരണം 360 പ്ലസ് 45 എന്താണ്, 405 എന്ന് പറഞ്ഞ ആശയമാണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു കോസ് 45 ഡിഗ്രി. ഈ അഡീഷണൽ എമൗണ്ടിൽ വരുന്ന കോസിന്റെ വാല്യൂ മാത്രം കണ്ടെത്തിയാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 45 എന്ത് തന്നെയാണ്, 1/√2 എന്ന് പറഞ്ഞ വാല്യൂ തന്നെയാണ്. അടുത്ത സബ് ക്വസ്റ്റിലേക്ക് ഒന്ന് നോക്കുക. കോസ് മൈനസ് 1710 ഡിഗ്രിയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, കോസ് എന്ന് പറഞ്ഞതിന്റെ റിപ്പീറ്റ് ചെയ്യുന്ന ഇന്റർവെൽ 2π ആണ്. 2πന്റെ മൾട്ടിപ്പിൾ ഇതിനോട് അടുത്ത് നിൽക്കുന്നത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 360 പ്ലസ് 360 720 ആണ്. 720 പ്ലസ് 720 എന്ന് പറഞ്ഞാൽ 1440 ആണ്. പ്ലസ് 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 ആണ് വരുന്നത്. അത് 1710 ഡിഗ്രിയുമായി അടുത്ത് നിൽക്കുന്നു. അപ്പൊ ഇതിന്റെ അടുത്ത് നിൽക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്, പോസിറ്റീവ് നെഗറ്റീവ് അല്ല, അതിന്റെ അടുത്ത് നിൽക്കുന്ന കാര്യം മാത്രമാണ് നമ്മളവിടെ നോക്കിയത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം, കോസ് 1800 പ്ലസ് മൈനസ് 1710 ഡിഗ്രി. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ 360ന്റെ മൾട്ടിപ്പിൾ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതിനോടുകൂടി മൈനസ് 1710 ഡിഗ്രി എന്ന് പറഞ്ഞ കാര്യമാണ് അവിടെ നമ്മളെ ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബൈ റിപ്പീറ്റഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞ ആശയത്തിലൂടെ നമ്മൾ മുൻപിലേക്ക് പോകുമ്പോൾ എന്ത് പറയാൻ വേണ്ടി പറ്റും, മൈനസ് 1710 ഡിഗ്രി എന്ന് പറയുന്നതിൽ കോസിന്റെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ മുകളിൽ കിടക്കുന്ന അതേ കാര്യം തന്നെയാണ്.
നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങോട്ട് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിലും ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നേരെ തിരിച്ചിങ്ങോട്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു കോസ് 1800 മൈനസ് 1710 ഡിഗ്രി വിച്ച് ഇസ് ഈക്വൽ ടു കോസ് 90 ഡിഗ്രി. കോസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ്? 0 ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള വലിയ എമൗണ്ട് ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന 360യുടെ മൾട്ടിപ്പിൾ നമ്മൾ ആലോചിക്കുക. അതിനെ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഈ സെൻട്രൽ വരുന്ന കാര്യം പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞ ലോജിക് ആയിരിക്കും. അതിനെ മൈനസ് ആക്കുക. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന മെഷർമെന്റിലേക്ക് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഇത് മുൻപത്തെ ക്വസ്റ്റ്യനിൽ 405 പറഞ്ഞു. അത് 360 + 45 പെട്ടെന്ന് ഓർമ്മയിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ 765 ഡിഗ്രി വന്നു. അപ്പോൾ നമ്മൾ 720 + 45 എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോയി. 1410 ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ 1440 മൈനസ് 30 എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് ചിന്തിക്കാം. പക്ഷെ അതേപോലെ മൈനസ് 1710 ഡിഗ്രി വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആലോചിച്ചാൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ആലോചിച്ചാൽ മതി? 1710 ഡിഗ്രിയുടെ അടുത്ത് നിൽക്കുന്ന 360യുടെ മൾട്ടിപ്പിൾ ആലോചിക്കുക. അത് ഇവിടെ എഴുതുക, പ്ലസ് ഇടുക, ഈ ഒരു ആംഗിൾ പൊസിഷനിൽ കിടക്കുന്ന അതുപോലെ താഴേക്ക് ഇറക്കി എഴുതുക. പിന്നെ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന മെഷർമെന്റിലേക്ക് പോവുകയും ആൻസർ കണ്ടെത്താൻ പറ്റുകയും ചെയ്യുന്നു. അടുത്ത സബ് ക്വസ്റ്റനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. കൊസീക്ക് മൈനസ് 1410 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. തൊട്ട് മുമ്പേ പറഞ്ഞ അതേ മോഡൽ ഒരു ചോദ്യമാണ്. ഈ 1410 ഡിഗ്രി എന്ന് പറയുന്നതിൻ്റെ അടുത്ത് നിൽക്കുന്ന 360യുടെ മൾട്ടിപ്പിൾ ഏതാ വരിക? 1440. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? കൊസീക്ക് 1440 പ്ലസ് മൈനസ് 1410 ഡിഗ്രി ഈക്വൽ ടു കൊസീക്ക്, ഇതിന്റെ ഡിഫറൻസ് വരുന്ന സമയത്ത് എന്താ വരുന്നത്? 1440 മൈനസ് 1410 ഡിഗ്രി. ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന എത്രയാണ്? 30 ഡിഗ്രി. കൊസീക്ക് 30 ഡിഗ്രി അറിയില്ല, പക്ഷെ സൈൻ 30 ഡിഗ്രി അറിയാം. സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ കൊസീക്ക് 30 എന്ന് പറഞ്ഞാൽ 2/1 വരും. അതായത് ആൻസർ എന്ത് വരും? 2 എന്ന് പറഞ്ഞ കാര്യം വരുന്നു. അടുത്ത സബ് ക്വസ്റ്റിലേക്ക് ഒന്ന് നോക്കുക. tan 19π/3. ടാൻ എന്ന് പറയുന്നതിന്റെ റിപ്പീറ്റ് ചെയ്യുന്ന ഇന്റർവെല്ല് പൈ ആണെന്ന് നമുക്കറിയാം. പയ്യോ അല്ലെങ്കിൽ പൈൻ്റെ മൾട്ടിപ്പിളോ. അപ്പോൾ ഇവിടെയും നിങ്ങൾ നോക്കൂ, ഒറ്റ ഒബ്സർവേഷനിലൂടെ തന്നെ നമുക്കറിയാവുന്ന ഒരു മെഷർമെന്റ് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. π/3 എന്ന് പറഞ്ഞ കാര്യം അത് കൃത്യമായി നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയാൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതുക? ടാൻ എന്ന് പറഞ്ഞ കാര്യം എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പ്ലസ് ഇടുക, π/3 എന്ന് പറഞ്ഞ കാര്യം എഴുതുക. ഇനി നിങ്ങൾക്ക് ഇവിടെ എഴുതേണ്ടത് പയ്യോ അല്ലെങ്കിൽ പൈൻ്റെ മൾട്ടിപ്പിൾ എഴുതാം. പൈ ആണ് എഴുതുന്നതെങ്കിൽ π × 3 പറഞ്ഞാൽ 3π വരുള്ളൂ. അതൊരിക്കലും 19π/3യിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം ചെയ്യുകയാണ്, 6π എന്ന് പറഞ്ഞ കാര്യം എഴുതുകയാണ്. അപ്പോൾ നോക്കി നോക്കൂ നിങ്ങൾ, 6π × 3 18π വരും. +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19π / 3 എന്ന് പറഞ്ഞ ആശയമായി. ഇപ്പോൾ അത് ഈക്വൽ ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ 19π/3യുടെ തന്നെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതിൽ ടാനിൻ്റെ വാല്യൂ പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെലിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ മൊത്തം ടാനിലുള്ള വാല്യൂ കാണുന്നതിന് പകരം π/3 ടാനിന്റെ വാല്യൂ എത്രയാണെന്ന് ചിന്തിച്ചാൽ മതി. ടാൻ π/3 എന്ന് പറഞ്ഞാൽ കിട്ടുന്ന എത്രയാണ്? √3 ആണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസുകളെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ വാല്യൂ തന്നിട്ട് ബാക്കി അഞ്ചെണ്ണത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അവിടെ നിന്ന് നിങ്ങൾ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ വാല്യൂ തന്ന് മറ്റ് 2 3 കാണാൻ ചോദിച്ചാലും ഇതേ ലോജിക്കിലൂടെ തന്നെ ചെയ്തു പോയാൽ മതി. പിന്നീട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഇൻ്റർവെല്ലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ വാല്യൂസുകൾ നമ്മളൊന്ന് കണ്ടെത്തി. നമ്മൾ കൂടുതൽ ടോപ്പിക്കുകൾ ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി നമുക്ക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ഭാഗമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് പാർട്ടായിട്ട് നിങ്ങൾക്ക് ക്ലാസ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് ഒരുമിച്ച് പറയണം. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.